പനി പമ്പ കടന്നു, ഉറക്കം പമ്പ കടന്നു എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ് ഈ പമ്പ കടക്കുക എന്നുള്ള ശൈലി മലയാളത്തിലേക്ക് വന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. 2 കഥകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ആദ്യത്തെ കഥ, പാണ്ഡ്യരാജ്യത്ത് നിന്ന് മറവപ്പട അല്ലെങ്കിൽ കൊള്ളക്കാരുടെ സംഘം ചേര രാജ്യത്ത് എത്തുകയും ചേര രാജ്യത്തിലെ വസ്തുവകകൾ കൊള്ളയടിച്ചുകൊണ്ട് മടങ്ങി പോവുകയും ചെയ്യും. ഒരു പ്രത്യേക വിഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ കിട്ടില്ല. അതാണ് പമ്പ. എന്തുകൊണ്ടാണെന്നറിയുമോ? പമ്പ കഴിഞ്ഞാലുള്ള വഴികൾ പാണ്ഡ്യരാജ്യത്തെ കൊള്ളക്കാർക്ക് വളരെ സുപരിചിതമാണ്. ഇവരെ പിടിക്കാൻ ചെല്ലുന്ന ചേര രാജ്യക്കാർ കുടുങ്ങിപ്പോകും. അങ്ങനെയാണ് പമ്പ കടക്കുക എന്നുള്ള പ്രയോഗം വന്നത്. പമ്പ കടന്നാൽ പിന്നെ ഇവരെ പിടിക്കാൻ കിട്ടില്ലെന്ന് സാരം. രണ്ടാമത്തെ കഥ സ്വാമി അയ്യപ്പനുമായിട്ടുള്ള ഒരു ചരിത്രമാണ്. സ്വാമി അയ്യപ്പനും മറവപ്പട നേതാവായിട്ടുള്ള ഉദയനനും തമ്മിലുള്ള യുദ്ധമുണ്ടായി. അങ്ങനെ ഉദയനൻ അയ്യപ്പനിൽ നിന്ന് രക്ഷപ്പെട്ടത് പമ്പ കടന്നാണത്രേ. അങ്ങനെയാണ് പമ്പ കടക്കുക എന്നുള്ള ശൈലി ഉണ്ടായതെന്നാണ് മലയാള ഭാഷയിലെ മറ്റൊരു വിഭാഗം പണ്ഡിതരുടെ വാദം.